കൊടുങ്കാട്ടിൽ അകപ്പെട്ട് ഗൈസ്. കൊടുങ്കാട് ഇതാ ഫുള്ള് കൊടുങ്കാടാണ്. നടന്ന് കയറണം. പൊന്നേ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിന് വേണ്ടി പോവുകയാണേ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഒരു കാട്ടിലാണ്. ഒരു പ്രോഗ്രാമുണ്ട്, ഒരു ഓണം ഫസ്റ്റ് 2026 ഫസ്റ്റ് ഓണം പ്രോഗ്രാമാട്ടോ. അപ്പം നമ്മൾ ഈ വണ്ടി നിന്നിട്ട് നമ്മൾ നടന്നു പോകുന്ന സ്ഥലം അവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കാടിൻ്റെ ഉൾഭാഗം എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത്. വെയിലൊക്കെ ആകുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് അറിയില്ല, പക്ഷെ മഴയൊക്കെ ആകുമ്പോൾ നമുക്കത് കറക്റ്റ് മനസ്സിലാവും. ആ ഫീല് ഭയങ്കര പക്ഷികളുടെയും ചീവീടുകളുടെയും ഒക്കെ സൗണ്ടും ആരുമില്ലാത്തൊരു പേടിപ്പെടുത്തുന്നൊരു പ്രദേശം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കുറച്ച് നമ്മുടെ സുഹൃത്തുക്കൾ താമസിക്കുന്നുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ പോണത്. പിന്നെ ഇതാ ഈ വെറ്റിലക്കൊല്ലി എന്നാണ് ഈ സ്ഥലത്തിന് പറയുക. അപ്പം കൊല്ലി എന്ന് പറയുമ്പോൾ അത്രയും വലിയ ഉയർന്ന സ്ഥലം എന്നാണ് അർത്ഥം. ഇവിടുന്ന് ഇങ്ങനെ ഈ വെറ്റിലക്കൊല്ലിയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എതിർ ദിശയിൽ കാണുന്ന പൊട്ടുപോലൊരു സ്ഥലം, ഒരു വഴി, അതാണ് നമ്മളെ കക്കാടംപൊയിൽ എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് പ്ലേസാണ്. അങ്ങോട്ടുള്ള ആ ഒരു വഴിയൊക്കെ ഇവിടുന്ന് കാണും. അപ്പം നമ്മൾ മുന്നേ സ്ഥിരമായിട്ട് പോയിരുന്ന സ്ഥലമാണത്. അന്ന് വേനൽക്കാലമായിരുന്നു, സുഖമായിട്ട് വണ്ടിയൊക്കെ പോയിരുന്നു. പിന്നെ ഇപ്പം അതാ ടാറിട്ട റോട്ടിൽ കൂടെ നമ്മൾ പോണത് കേട്ടോ. അത് പിന്നെ കാട്ടിലേക്കുള്ള എൻട്രി വരെ ഇതേപോലെ റോഡാണ്. അത് കാട്ടിലേക്ക് കയറുമ്പോൾ ഭയങ്കര പിന്നെ ബുദ്ധിമുട്ടാട്ടോ ആ വഴി കൂടെ പോകാൻ വേണ്ടിയിട്ട്. നല്ല റോഡൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു 4 വീലർ വണ്ടി ഇങ്ങനെ പോകും, അത്രയേ ഉള്ളൂ കേട്ടോ. കുണ്ടും കുഴിയും പാറയും കല്ലും ഒക്കെ നിറഞ്ഞ ഒരു ദുർഘടമായിട്ടുള്ളൊരു വളരെ ബുദ്ധിമുട്ടി പോകേണ്ട ഒരു സ്ഥലമാണ്. പിന്നെ മഴയാണ്, അതുകൊണ്ട് എവിടം വരെ വണ്ടി പോകുന്നൊന്നും അറിയില്ല. സാധാരണ മഴക്കാലമാകുമ്പോൾ അവിടെ ഒരു കുന്നുണ്ട്, ആ കുന്നിൻ്റെ അവിടം വരെ പോകും. അത് കഴിഞ്ഞാൽ കുന്ന് ഞങ്ങൾ നടന്ന് കയറും. അങ്ങനെയാണ് ഉണ്ടാവാറ്. പ്രാവശ്യം എന്താണെന്ന് അറിയില്ല കേട്ടോ, പോയി നോക്കാം. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ആനകൾ ഉണ്ടാകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ആനകൾ സ്ഥിരം ഉണ്ടാവുന്ന സ്ഥലമാണ്, ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷെ ദൂരം നിന്നൊക്കെ നമ്മളൊന്ന് കാണണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വഴിയിലൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മളിങ്ങനെ പോണത് കേട്ടോ. കൊടുങ്കാട്ടിൽ അകപ്പെട്ട് ഗൈസ്. കൊടുങ്കാട് ഇതാ ഫുള്ള് കൊടുങ്കാടാണ്. വണ്ടി അവിടം വരെ വരുള്ളേന്നു. ഞങ്ങൾക്ക് നടന്ന് കയറണം. കയറിക്കണ്ണിയാ കയറിക്കോ. വടിയൊക്കെ കുത്തിപ്പിടിച്ചുള്ള കയറ്റാണ് കണ്ടോ. വലിയൊരു കുന്നാണ്. ഈ കുന്ന് നടന്ന് കയറിയിട്ട് വേണം ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തുക.
എൻ്റെ ചുരിദാറൊക്കെ എന്താ ഇത് അങ്ങനെ? ഈ കുന്നാണ് ഞങ്ങള് നടന്നു കയറിയത്. കൊടുങ്കാട്ടിലകപ്പെട്ട പേടമാനുകൾ. അതെ, ഒന്ന് തിരിഞ്ഞു പോയിക്കളാ അന്നെ ചെലപ്പോ. പൊന്നേ, ഇതും നമ്മൾ അതിജീവിക്കും. ഇതാണ് നമ്മളെ സാഹസിക ഡ്രൈവർ കേട്ടോ, ഓഫ് റോഡ് ഡ്രൈവറാണ് റഷീദ് ബ്രോ. അവിടെ ഒരു പുഴ ഉണ്ട് കണ്ടോ, ആ പുഴയിലാണ് കുളിക്കാനൊക്കെ പോവുക കേട്ടോ. ഇതാണ് പുഴ.